യുക്തിവാദികളെന്ന് സ്വയം വാദിക്കുന്ന ആളുകൾ ഇത്തരം യുക്തിയിലേക്ക് എന്താണ് അവരുടെ ചിന്ത പോകാത്തത്? അതാണ് അഹങ്കാരം. സ്മാർട്ട് ഡോക്ടർ പറഞ്ഞതാണ് അതിന്റെ ശരിയായ ഉത്തരം. അഹങ്കാരത്തോടു കൂടി മാത്രം ചിന്തിക്കുന്നു, വിനയം ഒരല്പം പോലും ഇല്ല. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് ഇവരോട് പറയാനുള്ളത് അതാണ്. ഈ ജബ്ബാർ മാഷോടൊക്കെ ഒന്ന് നിഷ്പക്ഷമായിട്ട് ഇപ്പം മനസ്സിലുള്ളതൊക്കെ ഒന്ന് ഡിലേറ്റ് ചെയ്തിട്ട് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കണം, പ്രവാചകന്റെ വചനങ്ങൾ ഒരാവർത്തി വായിക്കണം. എന്നിട്ട് വിശുദ്ധ ഇസ്ലാമിനെ, ഇപ്പോൾ ഇവർ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ ഈ യുക്തിവാദത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി പല കറക്ക് കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ലക്ഷ്യം എന്താണ്? ദൈവവിശ്വാസത്തിൽ നിന്ന്. ഞാൻ ഒരിക്കൽ ചിന്തിച്ചതാണത്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലത്ത് എൻ്റെ പിന്നിൽ ഈ ആശയം എൻ്റെ മനസ്സിൽ കയറ്റാൻ വേണ്ടി പണിയെടുക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാഷ് പോലുമല്ല, UP ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. അദ്ദേഹം എന്നെ വളരെ തന്ത്രപൂർവ്വം മലപ്പുറം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓഫീസ് പരിചയപ്പെടുത്തി തന്ന അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടുന്ന് കുറേ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിരീശ്വരവാദം കുത്തിവെക്കുകയാണ്. അത് ഇവിടുത്തെ സ്കൂളിലെ സിലബസുകളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, അത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ ആശയക്കാരനാണെങ്കിൽ ചെറിയ മനസ്സിൽ കുട്ടികളെ ചെറുപ്രായത്തിൽ എന്ത് ചെയ്യുക? ഇത്തരം വഴികളിലേക്ക് തിരിച്ചുവിടുക. അങ്ങനെ തിരിഞ്ഞ ഒരാൾ തന്നെയാണ് ഞാൻ അന്ന്. ഈ മതമില്ലാത്ത ജീവനൊക്കെ അത്തരത്തിൽ അതെ 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 അതൊക്കെ തന്നെയാണ് പ്രശ്നം. അതായത് ഈ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാസ്ത്രവും സാഹിത്യവും പഠിച്ച പണ്ഡിതന്മാരുടെ സഭ. പരിഷത്ത് എന്ന് പറഞ്ഞാൽ മലയാളം അർത്ഥപ്രകാരം പണ്ഡിത സഭ എന്നാണ്. അപ്പോൾ ശാസ്ത്രവും സാഹിത്യവും പഠിച്ച പണ്ഡിതന്മാരുടെ സഭയാകണം എന്ത്? ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അവർ സത്യത്തിൽ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വയറിളക്കവും ഛർദി ഉണ്ടാകുന്നത് എങ്ങനെ? ടൈഫോയിഡ് പകരാൻ എന്താണ് കാരണം? ഇപ്പോൾ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം? പകർച്ചവ്യാധികളും അസുഖങ്ങളും വരാതിരിക്കാൻ, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. പക്ഷെ അതല്ല ചെയ്യുന്നത്. അത് പേരിന് മാത്രം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നിരീശ്വരവാദത്തിലേക്ക് ചെറുപ്രായത്തിലുള്ള ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി അത് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഭൗതികവാദി കമ്മ്യൂണിസ്റ്റുകളും മാർക്സിസ്റ്റുകളും നക്സലൈറ്റുകളും ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ ഇവരൊക്കെ ലക്ഷ്യം ഒന്ന്. അപ്പം ഞാനും വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്ലാം വിരോധം തന്നെ. കാരണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഞാൻ ചിന്തിച്ചു, എന്നെ ഇസ്ലാം ക്ഷണിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് മാത്രം സ്വയംഭൂവാണ്, ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. സൃഷ്ടികൾക്കൊക്കെ എന്ത് വേണം? ആദ്യവും വേണം, അവസാനവും വേണം. ഇപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും നിർബന്ധമാണ്. ഇതുപോലെ ഇവിടെയുള്ള സൃഷ്ടികൾക്കൊക്കെ ഒരു സമയം ഉണ്ടാവും, ഉണ്ടായ സമയം, അതുപോലെ അവസാനിക്കുന്ന സമയവും. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത പ്രപഞ്ചാതീതനായ അല്ലെങ്കിൽ പദാർത്ഥാതീതനായ അള്ളാഹു, അവൻ മാത്രം സ്വയംഭൂവാണ്. അവൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ. അവൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാണ്. അവൻ സൃഷ്ടിച്ചതാണ് എന്നെ, ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ ജനിക്കണം. അത് ഈ വക ചിന്ത വന്നപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹൽ അത്താലൽ ഇൻസാനി ഹീനും മിന ദഹ്രി ലം യക്കുൻ ഷൈഅൻ മസ്കൂറ. മനുഷ്യ, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പേര് പറയാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? അതായത് ഞാൻ യുക്തിവാദിയാണെന്ന് പറയാൻ പറ്റാത്തൊരു കാലം ഞാൻ യുക്തിവാദിയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരു കാലം എനിക്ക്. കാരണം എനിക്കിപ്പോൾ 55 വയസ്സാണ്. 55 വർഷം മുമ്പ് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിലെന്ന് പറയാം. 58 കൊല്ലം മുമ്പ് ഞാൻ എവിടെ? യഥാർത്ഥത്തിൽ എവിടെയാണ് ഞാൻ? പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലാഹു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. പിന്നെ മനുഷ്യനെ കൂടിച്ചേർന്നുണ്ടായ ഒരു വസ്തുവിൽ നിന്ന്, മാതാവിൻ്റെ അണ്ടവും പിതാവിൻ്റെ ബീജവും കൂടിച്ചേർന്നുണ്ടായ ആ സിക്താണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. കാഴ്ചയും കേൾവിയും ഉണ്ടാക്കി തന്നു. അപ്പോൾ ഈ കാഴ്ച, കേൾവി ഇതൊക്കെ വിശദീകരിച്ച് കുറേ പറയേണ്ട സംഗതികളാണ്. കാഴ്ചനെക്കുറിച്ച് ഏകദേശം ആ സമയത്ത് ഞാനൊരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ വായിച്ചൊരു ലേഖനം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഡോക്ടർ മോഡി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്തറിയപ്പെടുന്നൊരു കണ്ണ് ഡോക്ടർ. അദ്ദേഹം മുസ്ലിം അല്ല, ഖുർആൻ പഠിച്ച ആളല്ല. പക്ഷേ കാഴ്ച, കണ്ണ് എന്ന അവയവത്തെക്കുറിച്ചും കാഴ്ച എന്ന അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയത്
എന്നെ ഈ ആയത്തും കൂടെ ഞാൻ പഠിച്ചപ്പോൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഈ ആയത്തിനെ കുറിച്ചൊന്നും ആയത്തോ ഖുർആനോ ദൈവം പ്രപഞ്ച സൃഷ്ടാവ് ഇതൊന്നുമില്ല. അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പഠിച്ച കാര്യം, അദ്ദേഹം ദൈവവിശ്വാസം പ്രചരിപ്പിക്കാൻ എഴുതിയതുമല്ല, അങ്ങനത്തെ പ്രസിദ്ധീകരണത്തിൽ വന്നതുമല്ല. അങ്ങനത്തെ ഒരു അതുമാത്രമല്ല, മറിച്ചാണ് കുറച്ചെങ്കിലും നിരീശ്വരവാദ പ്രസ്ഥാനത്തോട് ചായ്വുള്ള പ്രസ്ഥാനം ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് വന്നത്. അദ്ദേഹം എഴുതിയത് ആയിരക്കണക്കിന് കണ്ണുകളെ ചൂഴ്ന്നെടുത്ത് ഐസ് വാട്ടറിലിട്ട് ക്ലീൻ ചെയ്ത് അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കണ്ണുകൾക്ക് കാഴ്ച ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൃഷ്ണമണി ഇങ്ങനെയുള്ള 2-3 വസ്തുക്കളല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഈ വെക്കുന്ന സ്ഥാനത്തും അങ്ങനെയുള്ള ഒരു വസ്തുക്കളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് പേരുകളൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ ഓർക്കണില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നതാണ്, അവസാനം പറഞ്ഞത്, ഇതൊക്കെ അവിടെ തിരിച്ചു വെക്കുമ്പോൾ ഈ കാഴ്ച എന്ന അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നെനിക്കറിയില്ല. ഇത് പിന്നെ ഞാൻ ഉസ്മാൻ ഡോക്ടർ നിരീശ്വരവാദികൾക്ക് എഴുതിയ ഒരു മറുപടി പുസ്തകത്തിൽ എഴുതിയത് വായിച്ചിട്ടുണ്ട്. ഈ പിന്നെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ കണ്ണിനെക്കുറിച്ച് ആ ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നത്, കണ്ണ് പ്രകൃതി നിർദ്ധാരണം മൂലം, മനുഷ്യൻ്റെ കണ്ണ്, അത് കുരങ്ങ് മനുഷ്യനായി വന്നതാണെങ്കിൽ ആ പരിണാമം വന്നത് കുരങ്ങിൽ നിന്നാണെങ്കിൽ, പക്ഷെ കുരങ്ങിൻ്റെ കണ്ണല്ല മനുഷ്യന്, പ്രകൃതി നിർദ്ധാരണം മൂലം ഉടലെടുത്തതാണ് കണ്ണ് എന്ന് പറയുന്നത് തികഞ്ഞ വിഡ്ഢിത്തമായിരിക്കും എന്ന് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ ഡാർവിൻ തന്നെ പറഞ്ഞത് ഉദ്ധരണി ഉസ്മാൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഏതൊരു ലേഖനത്തിൽ എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ കാഴ്ച ഉണ്ടായി, കേൾവി ഉണ്ടായി. ഈ കാഴ്ചയും കേൾവിയും ഒക്കെ തന്നെ ഇപ്പം ഇന്ന് മനുഷ്യൻ്റെ കണ്ണിനുള്ള കാഴ്ച, ഈ കാഴ്ച കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ജീവിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എക്സ് പ്രകാശം കണ്ണ് സ്വീകരിക്കുക എന്ന് വിചാരിക്കുക. മനുഷ്യൻ്റെ കണ്ണ് എക്സ് പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വസ്ത്രം ധരിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രകാശം സ്വീകരിക്കാൻ ഡോക്ടറെ കണ്ണിന് കഴിയില്ല. അപ്പോൾ ആ പ്രകാശം പോയി എടുത്തു വരുന്ന ഫോട്ടോ നോക്കി വയറിൽ മുഴയുണ്ട്, കുരുണ്ട്, നീരുണ്ട് എന്ന് പറയുകയാണല്ലോ. ഈ അവസ്ഥ എക്സ്റേ എടുക്കാതെ തന്നെ ഡോക്ടർക്ക് നോക്കാം. അപ്പം വസ്ത്രം ധരിക്കുന്നതിലൊന്നും ഉണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ചെവി, കേൾവി, പ്രത്യേക ആവൃത്തിയിലുള്ള ശബ്ദം മാത്രം കേൾക്കുന്നു. അതിൽ കൂടിയാൽ കേൾക്കാൻ കഴിയില്ല, ചെവി പൊട്ടിപ്പോകും. കണ്ണും അങ്ങനെ തന്നെ ഇത്ര ഹെഡ്സിലുള്ള അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കണക്ക് എത്രയാണോ അതനുസരിച്ചുള്ള കാഴ്ച പ്രകാശം കടത്തിവിടും, കാണും. ഇത് കൂടിയാലും കുറഞ്ഞാലും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഈ കണക്കൊക്കെ ആര് സംവിധാനിച്ചു? അതായത് കാഴ്ചയും കേൾവിയും ഒക്കെ മനുഷ്യന് കൊടുത്തു എന്ന് മാത്രമല്ല ഇതിലൊക്കെ കൃത്യമായ വ്യവസ്ഥ. ഇത് ചിന്തിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ. തീർച്ചയായും എല്ലാ വസ്തുക്കളെയും കൃത്യമായ കണക്കോട് കൂടിയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ ഒരു ചെറിയ ആയത്തിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചു. അവിടെ ചില യുക്തിവാദികളുടെ വാദം, നിരീശ്വരവാദികളായ ആളുകൾ പറയുന്നത്, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ കൃത്യതയും സൃഷ്ടിപ്പിൻ്റെ കൃത്യതയും അതുപോലെ തന്നെ അതിൻ്റെ മനോഹാരിതയും എല്ലാം നിങ്ങൾ പറയുന്നു, മതം വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നു. എന്നാൽ ഇവിടെ കൈകാലുകളില്ലാത്ത ആളുകൾ, കാഴ്ച ഇല്ലാത്ത ആളുകൾ, കേൾവി ഇല്ലാത്ത ആളുകളൊക്കെ ഇവിടെ ജനിക്കുന്നു, അവരിവിടെ ജീവിക്കുന്നു, പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം. വളരെ പ്രസക്തമാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന പോലെ ഈ ലോകത്തെ ജീവിതത്തോടു കൂടി ജീവിതം അവസാനിക്കായിരുന്നെങ്കിൽ, ദൈവത്തെ അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവർക്കുള്ള പ്രതിഫലം ഇവിടെ തന്നെ തന്നു തീർക്കുകയാണെങ്കിൽ പറ്റിയിരുന്നു. പക്ഷേ ഇത് പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു ചെറിയ ഇടവേള മാത്രം. വല നബുലുവന്നക്കും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പ്രവാചകന്മാരുടെ ചരിത്രം ഉണ്ടല്ലോ ഖുർആനിൽ. അതായത് വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. അള്ളാഹു ഇവിടെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുക ഒരാളെ. രോഗം തന്ന്, ദാരിദ്ര്യം തന്ന്, മറ്റ് ഭയം തന്ന്, മാനസിക പ്രയാസങ്ങൾ തന്ന്, എന്നിട്ടും ആ പരീക്ഷണം തന്നവനോട് നല്ല ബന്ധം പുലർത്തുക. അതാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാത്ത വിശ്വാസത്തിൽ എന്താ അർത്ഥം? എന്നിട്ട് അതാണ് അയ്യൂബ് നബി പറഞ്ഞത്, എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് പോലും പറയുന്നില്ല. എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു, അന്യ മസനിയ ദുർറു, എന്നെ ഇതാ ദുരിതം ബാധിച്ചിരിക്കുന്നു എന്ന് പിന്നെ പറയണ എന്താ? ഇത് സുഖാക്കി തരണേന്നല്ല. അതുപോലും പറയാൻ മടിക്കുകയാണ്. അന്ത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണികനാണല്ലോ.
അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതായത് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായപ്പോഴും ആ പരീക്ഷണം നൽകിയ സൃഷ്ടാവിനെ ഏറ്റവും കാരുണ്യമുള്ളവനായിട്ട് കാണുക. ഈ കാരുണ്യം എന്തിനാണ്? പരലോകത്ത് അനശ്വരമായ ലോകത്ത് സ്വർഗം നൽകാനാണ്. ഇതൊരവസരമായിട്ട് ഞാൻ ഉപയോഗിക്കും. എന്നെ അള്ളാഹു പരീക്ഷിച്ചാൽ, പിടിച്ചു നിന്നാൽ കുറച്ചു കാലമാണ്. ഇനി ഈ ചോദ്യം ചോദിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും അവർക്ക് എന്താ പകരം പറയാനുള്ളത്? അവരെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ? ഇവിടെയുള്ള കൈകാലുകളില്ലാത്തവർ, വിധവകൾ, അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മാറാരോഗികൾ, ഇവർ ഈ യുക്തിവാദം സ്വീകരിച്ചാലും ഇതൊക്കെ ഇവിടെ അല്ലേ? ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇവരൊക്കെ നിരാകരിക്കുകയാണ്. ഇവരെ പറ്റ നിരാശരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ വാദപ്രകാരം ഈ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ ഇത്തരം ആളുകൾ എങ്ങനെയാണ് ഇത് ആസ്വദിക്കുന്നത്? എങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഒരു അംഗവൈകല്യമുള്ള ഒരാൾക്ക് എൻ്റെ റബ്ബ് എന്നെ ഇങ്ങനെ ആക്കിയത് എനിക്ക് ഗുണത്തിനായിരിക്കും. എനിക്ക് പരലോകത്ത് സ്വർഗം, ഞാൻ ക്ഷമിച്ചാൽ ഇതിൻ്റെ പേരിൽ എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടും. അപ്പോൾ മതവിശ്വാസിക്ക് അങ്ങനെ ഉണ്ട്. ഒരു അംഗവൈകല്യം സംഭവിച്ച ഒരു നിരീശ്വരവാദി അയാൾ എന്താ ചെയ്യുക? അയാൾക്ക് എന്ത് സമാധാനമാണ്, എവിടുന്ന് എന്ത് സമാധാനം കിട്ടാനുള്ളത്? ഇവിടെ എങ്ങനെ? മരിച്ചാലോ? ഒന്നുമില്ല, മണ്ണായി പോയി. അയാൾ എങ്ങനെ ജീവിക്കും? അയാളെ ഈ പ്രശ്നത്തിന് ഇവരെ അടുത്ത് എന്ത് പരിഹാരമുണ്ട് യുക്തിവാദികളുടെ കയ്യിൽ? ഇനി ഈ രൂപത്തിലുള്ള അഗതികൾക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണതാരാ? ഇപ്പം ഞാൻ നിരീശ്വരവാദി ആയിരുന്ന കാലത്ത് പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ മുദ്രാവാക്യം വിളിച്ച് നടന്നു എന്നല്ലാതെ, ആ ഉസ്മാൻ ഡോക്ടർ പറഞ്ഞതുപോലെ ആ കറുപ്പ് ഭക്ഷിച്ച് മയങ്ങി നടന്നു എന്നല്ലാതെ, ഈ പള്ളി വന്നതിന് ശേഷം ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക്കേണ്ടതാണ്. അതിന് പ്രേരിപ്പിക്കുന്നത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ മതവിശ്വാസമാണ് അതിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളുടെ വാദം തന്നെ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സേവനം ചെയ്യുന്ന ആളുകൾക്ക് സേവനം ചെയ്യുന്നത്. മതവിശ്വാസികൾ എന്ന് പറയുന്നത് അവർ പള്ളിയിൽ പോകുന്നു, നമസ്കരിക്കുന്നു, അത്തരം ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ ആവശ്യമുള്ള സേവനങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാദം. യുക്തിവാദികളാണ് കാരണം ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നിടത്ത് ഒരു യുക്തിവാദിയുടെ മറുപടി മനുഷ്യരെ സ്നേഹിക്കാൻ, പരസ്പരം സേവനങ്ങൾ ചെയ്യാൻ, ഇതൊക്കെയാണ് അവരുടെ വാദമായിട്ട് വരാറുള്ളത്. താങ്കൾ പറയുന്നു താങ്കൾ യുക്തിവാദിയായ സമയത്ത് ഇതിലേക്കൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇവരുടെ അത് ഒരു പൊള്ളയായ വാദം മാത്രമാണോ? സമൂഹത്തിന് ഒരു പുകമറ സൃഷ്ടിക്കാൻ ഒരു വാദം മാത്രമാണ്? തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ നിരീശ്വരവാദികൾ ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിതമായിട്ട് ചെയ്യുന്നതും, ഇവിടുത്തെ മതവിശ്വാസികൾ ഇവിടുത്തെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും ഇവിടെ ആർക്കും കാണാൻ പറ്റുന്ന സംഗതിയല്ലേ? പ്രകടമായ സംഗതിയല്ലേ? ഇപ്പോൾ ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ ആർക്കാണ് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുക? അതിന് പകരം വെക്കാൻ ഈ യുക്തിവാദികളുടെ കയ്യിൽ എന്താ ഉള്ളത്? 8 അവകാശികൾ, സക്കാത്തിന് അർഹതപ്പെട്ട 8 വിഭാഗത്തെ ഖുർആൻ പറഞ്ഞത് എടുത്തു നോക്കിയാൽ ആ 8 വിഭാഗത്തെ സഹായിച്ചാൽ നാട്ടിൽ പ്രാരാബ്ധം അനുഭവിക്കുന്ന ആരും ഉണ്ടാവില്ലല്ലോ. എന്നാൽ അങ്ങനെ ഞങ്ങളെ പ്രത്യയശാസ്ത്രത്തിൽ ഇപ്പോൾ യുക്തിവാദം, നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകും. കമ്മ്യൂണിസം കുറച്ചും കൂടെ സാമ്പത്തികമായ കുറേ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ വെച്ച ഒരു വലിയ തത്വമാണല്ലോ. അവരടുത്ത് പാവങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ? തൊഴിലാളി മുതലാളി ബന്ധം പോലും നല്ല നിലക്കാകണം എന്നല്ല പറയണത്. സംഘട്ടനത്തിലൂടെ പരിഹാരം കാണണം. തൊഴിലാളി മുതലാളി സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നാണല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 10 ഉറുപ്പിക ഉള്ളവരെ ഞങ്ങളൊക്കെ വിട്ടു നിൽക്കും. അങ്ങനെ വർഗീയത ഉണ്ടാക്കി മനുഷ്യന്മാരുടെ ഇടയിൽ. തൊഴിലാളി മുതലാളി വർഗീയത. ഇവിടെ നമ്മളെ പറയണത് മതത്തിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കി, മതം മനുഷ്യർക്കിടയിലുള്ള മതിൽക്കെട്ടുകളാണ്. സത്യത്തിൽ അതല്ലല്ലോ മതം. ഇവിടെ മതം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം മാത്രമാണ്. ഇവിടെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചാൽ ഇവിടെ എവിടെ മതിൽക്കെട്ട്? ഇനി എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചില്ല, കുറച്ചാൾ, ഇന്ത്യ രാജ്യത്ത് വെറും 10 ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് പൂർണ്ണമായും മുസ്ലിങ്ങളായി ജീവിക്കാവുന്ന നിയമങ്ങളല്ലേ ഇസ്ലാമിലുള്ളൂ. ആരോടെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ബലം പ്രയോഗിക്കുമോ? ഒന്നുമില്ല. മാത്രമല്ല മുസ്ലിമിന് പുണ്യം ചെയ്യണം എന്ന് മാത്രമാണ്. അയൽവാസി അമുസ്ലിം ആണെങ്കിൽ അവൻ ഇപ്പുറത്തെ മുസ്ലിം ഉണ്ടെങ്കിൽ പട്ടിണി കിടക്കൂല. ഇവർ ചെയ്തതോ? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, എന്നിട്ട് 10 ഉറുപ്പിക ഉള്ളവരോടൊക്കെ വിട്ടു നിൽക്കാൻ പറഞ്ഞു. എന്തിനാണ് സംഘടിക്കുന്നത്? അതായത് ഇവർ മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥ. അതെ, മുതലാളിമാരെ ഇല്ലാതാക്കണം, സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കണം, സാമ്പത്തിക സമത്വം
കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ദുരന്തം കണ്ടല്ലോ. എൻ്റെ ഓർമ്മ 1967 70 കാലഘട്ടത്തിലായിരിക്കും. ഇവിടെ കേരളത്തിൽ തുടങ്ങിയാലോ. വയനാട് ജില്ലയിൽ ആണ് തോന്നുന്നു 3 കൊലപാതകങ്ങൾ നടന്നു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കെ കരുണാകരനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച നിലപാട് കാരണം നിഷ്കാസനം ചെയ്തതാണ് നക്സൽ പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന്. അതിന് അദ്ദേഹത്തോട് കടപ്പെട്ടവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. അല്ലെങ്കിൽ നാട്ടിൽ വമ്പിച്ച കലാപം ഉണ്ടാകുക. കാരണം മുതലാളിയെ കൊന്ന് തൊഴിലാളിയെ സംരക്ഷിക്കുകയാണ്. സംഘട്ടനത്തിലൂടെ പരിഹാരം, പ്രശ്നത്തിന് പരിഹാരം, പട്ടിണിക്ക് പരിഹാരം സംഘട്ടനത്തിലൂടെ. ഇസ്ലാമിൽ സഹകരണത്തിലൂടെയാണ് പരിഹാരം. ഇനി സംഘട്ടനത്തിലൂടെ ഇവിടെ ഒന്നും നടക്കൂല. സഹകരണം ഇല്ലാതെ സംഘടന തന്നെ നടക്കൂല. രണ്ടാളും, ഞാനും നിങ്ങളും തമ്മിൽ തല്ലുകയാണ്. രണ്ടാളും സഹകരിച്ച് നിന്ന് അടിച്ചാലല്ലേ തല്ല് നടക്കുള്ളൂ. ഞാൻ പേടിച്ചു തല്ലണം, അപ്പോഴേ തല്ല് നടക്കുള്ളൂ. സംഘട്ടനം നടക്കണമെങ്കിൽ സഹകരണം വേണം. ഞാൻ പേടിച്ചോടിയാൽ തല്ല് നടക്കും ഇല്ല. അപ്പോൾ ഇതൊന്നും എന്തല്ല, പ്രായോഗികമല്ല. വെറുതെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബടായി പൊട്ടിക്കുക, അതായത് തോന്നിവാസം ചെയ്യാൻ ന്യായീകരണം, ലൈസൻസ് കൊടുക്കുക, ഞാൻ ചെയ്യുന്നത് എൻ്റെ ആദർശം അനുസരിച്ചാണ് എന്ന് വരുത്തി തീർക്കുക. ഇവിടെ ഇവരുടെ കുടുംബസങ്കല്പം എന്ന് പറയുന്നത്, അതായത് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായൊരു കുടുംബ സംവിധാനമുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങളെ തകിടം മറിക്കുന്ന ഒരു സങ്കല്പമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിക്ക് വിവാഹം എന്നുള്ള ഒരു ചടങ്ങ്, അത് പാരമ്പര്യമായിട്ട് മനുഷ്യരെ കെട്ടിയിട്ട പോലെയുള്ള വിവാഹം എന്നുള്ള ചടങ്ങ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 പേർക്ക് തോന്നും പ്രകാരം അവർക്ക് തോന്നിയെടുത്ത് ഒരുമിച്ച് ജീവിക്കാം, തോന്നിയതുപോലെ പിരിഞ്ഞു പോകാം എന്നുള്ള. എന്നിട്ട് ശരി ആയിക്കോട്ടെ. എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് യുക്തിവാദി കുടുംബങ്ങളെ ഏത് നാട്ടിലാണ് കാണിച്ചു തരാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ മതവിശ്വാസികളെ വെല്ലുവിളിച്ചു, സംവാദത്തിന് വെല്ലുവിളിച്ച മാഷ്, അയാൾക്ക് ഭാര്യയല്ലേ, മക്കളില്ലേ? അയാൾ വിളിച്ചാൽ അയാളെ കൂടെ വരുന്നൊരു പെണ്ണിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കണോ? ഇന്നൊരാളെ കൂടെ, നാളെ വേറൊരാളെ കൂടെ, അയാളെ ഭാര്യയും അങ്ങനെ ഇന്ന് മാഷ കൂടെ, നാളെ അയാളെ സുഹൃത്തിൻ്റെ കൂടെ, അങ്ങനെയാണോ ജീവിക്കുന്നത്? അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബ വ്യവസ്ഥയിൽ നിന്ന് കടമെടുത്തു, വേറൊന്നും പകരം വെക്കാനില്ല. ഇസ്ലാം പ്രകൃതി മതം, മനുഷ്യൻ്റെ പ്രകൃതിക്കനുസരിച്ച് അള്ളാഹു മനുഷ്യരിൽ ആണും പെണ്ണുമാവുന്ന ഇണകളെ ഉണ്ടാക്കി. ആണും പെണ്ണിന് ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഉള്ള ഒരു ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അടുപ്പം, ആഗ്രഹം, അതുണ്ടാക്കി. അത് അനുഭവിക്കാൻ വിവാഹം എന്നൊരു സംവിധാനം ഉണ്ടാക്കി. വിവാഹത്തിലൂടെ കുടുംബമായി. ഇതൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നത് മതത്തിൻ്റെ നിയമം അനുസരിച്ചാണ്. വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരും എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രായോഗിക ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മതവിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരും ചെയ്യുന്നത്. എന്നാൽ അപ്രായോഗികമായ കാര്യങ്ങൾ പറയും ചെയ്യും, നാവുകൊണ്ട് പറയും ചെയ്യും. അതാണ് ആ മാർക്സിസം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന ആ കറുപ്പ് കഴിച്ച് മയങ്ങി എന്തൊക്കെയാ പറയാം, വേറൊന്നുമല്ല. ഇവിടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, അതിനൊന്നും ഒരു പ്രാധാന്യം നൽകാത്ത വാദങ്ങളാണ് യുക്തിവാദികളുടേത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇസ്ലാം ക്ഷണിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനനുസരിച്ച് ജീവിക്കണം. ഇതൊന്നും താനേ ഉണ്ടായതല്ല. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ഇപ്പോൾ പറഞ്ഞാൽ അന്ന് സൂര്യൻ എപ്പോൾ ഉദിക്കും എന്ന് ഗോളശാസ്ത്രം പഠിച്ച ഒരാൾക്ക് പറയാം. ഇവർ ശാസ്ത്രം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിനെ പടച്ചവനാക്കി നടക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തെ യഥാർത്ഥത്തിൽ അംഗീകരിച്ചതും ശാസ്ത്രം യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഉണ്ട് എന്നതാണ്. കാരണം 100 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് പറഞ്ഞാൽ അന്ന് സൂര്യൻ എപ്പോൾ ഉദിക്കും, എത്ര മണിക്ക് അസ്തമിക്കും എന്ന് ഇപ്പോൾ കണക്ക് കൂട്ടി പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന് മാത്രം കണിശമാണ്, വ്യവസ്ഥാപിതമാണ്. ഇത്രത്തോളം വ്യവസ്ഥാപിതമായൊരു സംഗതി യാദൃച്ഛികമായിട്ടൊരു ദിവസം ആരും ഉണ്ടാക്കാതെ സ്വയം ഉണ്ടായി എന്ന് വിശ്വസിക്കണം ആര്? നിരീശ്വരവാദി. പക്ഷെ ഇസ്ലാം ക്ഷണിക്കുന്നത് അല്ല, ഇതിന് സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ വസ്തുക്കളൊക്കെ സഞ്ചരിക്കുന്നു, ആ കണക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ സൃഷ്ടാവിനനുസരിച്ച്, ആ സൃഷ്ടാവ് അയച്ച പ്രവാചകനനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്തും ശാന്തിയും സമാധാനവും, പരലോകത്ത് ശാശ്വതമായ രക്ഷയും സമാധാനവും. ഇതിലേക്ക് എന്നെ
ക്ഷണിക്കുമ്പോൾ അത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ 90% ഇവരും അതനുസരിച്ച് ചെയ്യുന്നു. അപ്പം പിന്നെ എന്തിനാണ് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തകിടം മറിച്ച് ആകെ നാശാക്കി നശിപ്പിച്ച് തോന്നിയ പോലെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനാണ് എന്നെ ഇവർ ക്ഷണിക്കുന്നത്? ഇവിടെ ഇതുണ്ടല്ലോ, ഇത്രയും സുന്ദരമായ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഇവിടെ ഉണ്ടായിരിക്കെ എന്താണ് അതിലേറെ നല്ലതായിട്ട് ഇതിലുള്ളത്? അതാണ് ചോദ്യം. ഇവിടെ ഇവർ പറയുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കാനാണ്. അതായത് ശാസ്ത്രം ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ മോഡേൺ ലോകത്ത്, ആധുനിക ലോകത്ത് നമുക്ക് വഴി കാണിച്ചു തരുന്നത് ശാസ്ത്രമാണ് മനുഷ്യരെ ആ നിലക്ക് പ്രബുദ്ധരാക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം. ഈ ശാസ്ത്രം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിനും ഒരുപാട് അബദ്ധങ്ങളില്ലേ? ശാസ്ത്രത്തിൻ്റെ നാൾവഴികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ശാസ്ത്രത്തിൽ അബദ്ധങ്ങളുണ്ട് എന്നല്ല, മനുഷ്യർ എത്തിയ പല കാര്യങ്ങളും ഇന്ന് അബദ്ധങ്ങളായി ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രത്തിന് അബദ്ധങ്ങളില്ല. മനുഷ്യൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ കണക്ക് തെറ്റൂലല്ലോ. 5 × 5 = 10 അത് തെറ്റൂല. പക്ഷെ കണക്ക് അറിയാത്തവൻ കൂട്ടിയാൽ ചിലപ്പോൾ 9, 8, 7 എന്നൊക്കെ പറയും. ഇതുപോലെ ശാസ്ത്രം എന്താണ്? ശരി തന്നെയാണ്. തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളാണെങ്കിൽ അത് ശരി തന്നെയാണ്. പക്ഷെ അതും എന്ത് ചെയ്യാം? മാറാം. കാരണം മനുഷ്യന്റെ അറിവിന് പരിമിതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന് പരിമിതിയുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്നാൽ അപ്പുറത്തെ റൂമിലുള്ളത് കാണൂല. ഇവിടെ ഇരുന്നാൽ എൻ്റെ ശരീരത്തിൽ തന്നെ നടക്കുന്ന ശബ്ദങ്ങൾ എൻ്റെ ചെവി കേൾക്കണില്ല. താങ്കളിപ്പോ പറഞ്ഞത് കണ്ണിന്റെയും കാഴ്ചയുടെയും കേൾവിയുടെയും പരിമിതി പോലെ ചിന്തക്കും പരിമിതിയുണ്ട്, ബുദ്ധിക്ക് പരിമിതിയുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യന് ശാസ്ത്രീയമായ അറിവ് തരുന്നത് എവിടുന്നാണ്? അത് കിട്ടാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഏതാണ്? പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നതും നിഗമനങ്ങളിൽ എത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ. ആ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ എന്തുണ്ട്? പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി മനുഷ്യന് കിട്ടുന്ന അറിവുകളിലും തീരുമാനങ്ങളിലും അപാകതകൾ സംഭവിച്ചേക്കാം. ഉദാഹരണങ്ങളുണ്ടല്ലോ നമ്മളെ മുമ്പ് പറഞ്ഞ എന്തെല്ലാം 50 വർഷം മുമ്പ് പഠിച്ച അതാണോ ഇന്ന് പഠിപ്പിക്കുന്നത്? മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ 50 കൊല്ലം മുമ്പ് MBBS പഠിക്കുന്ന വിദ്യാർത്ഥി പഠിച്ചതാണോ ഇന്ന് പഠിക്കുന്നത്? അന്ന് അത് പൊട്ടത്തെറ്റായിരുന്നു അന്ന് ചെയ്തിരുന്നത് എന്ന് ഇന്ന് പറയണില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകം ആറ്റമാണ് എന്ന് പറഞ്ഞു. ആ ആറ്റത്തിൽ എന്തുണ്ട്? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വീണ്ടും വിഭജിച്ചു. ഇപ്പം അടുത്ത കാലത്ത് കോർക്കും ആൻറ്റി കോർക്കും ആയിട്ട് വീണ്ടും വിഭജിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് ശാസ്ത്രം. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞതിൽ പെട്ടു ശാസ്ത്രം. ആദമിന് അഥവാ മനുഷ്യന് നാം പേരുകളൊക്കെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വസ്തുക്കൾ, അതിൻ്റെ പേരുകൾ, പൊരുളും ഒരു വസ്തു എന്തിനുപയോഗിക്കാമെന്നും പഠിപ്പിച്ചു. അത് മനുഷ്യൻ കണ്ടെത്തുന്നതിനനുസരിച്ച് അവൻ നിഗമനങ്ങളിലെത്തും. അത് ചിലപ്പോൾ തെറ്റും. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൽ എന്താണ് മനുഷ്യൻ പുതുതായിട്ടുണ്ടാക്കിയത്? എല്ലാം ആദ്യം അവിടെ ഉള്ളതാണ്. മനുഷ്യൻ മാറ്റം വരുത്തിയ അത് ഇങ്ങനെ ഉപകരണമാക്കി ഉപയോഗിക്കാൻ ഇപ്പോഴാണ് മനുഷ്യൻ പഠിച്ചത് ആയത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിലേറെ വലുത് കണ്ടെത്തും. ആ കണ്ടെത്തിയതിൽ അതിനേക്കാൾ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തും. സയൻസ് ശാസ്ത്രം എന്ന് പറഞ്ഞ് ഇവർ കൊട്ടിപ്പറഞ്ഞ ഈ സംഗതി അങ്ങനെയാണെങ്കിൽ 50 വർഷം മുമ്പ് നിരീശ്വരവാദി പറഞ്ഞ സയൻസാണോ ഇന്നത്തെ നിരീശ്വരവാദിക്ക് പറയാനുള്ളത്? 100 കൊല്ലം മുമ്പ്, 150 കൊല്ലം മുമ്പ്, 500 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് മതവിശ്വാസിക്കൊന്നും പറയാനുള്ളത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുത്തുനിന്ന് വന്നു, മറ്റത് സൃഷ്ടാവ് തന്ന ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ കണ്ടുപിടിച്ചു, കണ്ടെത്തി. അതിൽ തെറ്റും ശരിയുണ്ടാവും. أفلا يتدبرون القرآن أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا